മക്കയിലെ ഒരു ഉയർന്ന കുടുംബമാണ് ഖുറൈശ്. ഖുറൈശികളിലെ പ്രമാണിയാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിൻ്റെ 13 ആൺമക്കളിൽ ഒരാളാണ് അബ്ദുള്ള. നല്ല ഭംഗിയും നല്ല സ്വഭാവമുള്ളൊരു ചെറുപ്പക്കാരൻ. എപ്പോഴും പിതാവിനോടൊപ്പം ഉണ്ടാകും. മക്കക്കാർക്കെല്ലാം പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ സമൂഹത്തിൽ നിന്ന് അബ്ദുള്ള വേറിട്ട് തന്നെ നിന്നു. മക്കയിലെ യുവതികൾക്ക് അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളത് അറിയിച്ചു. ചില ഉന്നത കുടുംബങ്ങളിലുള്ള യുവതികളും ആഗ്രഹമുള്ളത് അറിയിച്ചു. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അബ്ദുള്ളക്ക് വിവാഹപ്രായമായപ്പോൾ കുടുംബക്കാരും വിവാഹാന്വേഷണത്തിനായി വരാൻ തുടങ്ങി. അങ്ങനെ നല്ലൊരു അന്വേഷണം വന്നു. കുലീനനായ വഹബിൻ്റെ മകൾ ആമിന. കുടുംബക്കാർക്ക് മനസ്സിലായി അബ്ദുള്ളക്ക് യോജിച്ച പെൺകുട്ടിയാണെന്ന്. ആദ്യ കാണലിൽ തന്നെ പരസ്പരം സമ്മതമായി. 2 കുടുംബങ്ങളിലെയും പ്രമുഖർ ഒന്നിച്ചുകൂടി വിവാഹ ഉടമ്പടി പൂർത്തിയായി. അബ്ദുള്ളയുടെയും ആമിനയുടെയും ദാമ്പത്യ ജീവിതം മക്കക്കാർക്ക് കൗതുകകരമായിരുന്നു. 2 പേരുടെയും ഒത്തൊരുമ എല്ലാവരെയും അസൂയപ്പെടുത്തി. ആമിന ഗർഭിണിയായപ്പോഴേക്കും മക്കയിൽ നിന്ന് കച്ചവട സംഘത്തിന് പുറപ്പെടാനുള്ള നാളുകളായി. അബ്ദുള്ളയും കച്ചവട സംഘത്തോടൊപ്പം പുറപ്പെട്ടു. മടക്കയാത്രയിൽ മദീന, അതായത് മുമ്പുള്ള യസ്രിബിൽ വെച്ച് രോഗബാധിതനായി ഈ ലോകത്തോട് വിട പറഞ്ഞു. വിവരമറിഞ്ഞ ആമിന വിഷമം നിയന്ത്രിച്ച് വിധിയോട് പൊരുത്തപ്പെട്ടു. സ്നേഹഭാജനം സമ്മാനിച്ച ഗർഭത്തെ പരിപാലിച്ച് കാത്തിരുന്നു. അങ്ങനെ റബീഉൽ അവ്വൽ 12 തിങ്കളിൽ ആമിന ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. അതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.